ഫെബ്രുവരി 12 നടക്കുന്ന അഖിലേന്ത്യാ പൊതുപണിമുടക്കിൽ നിന്നും വടക്കാഞ്ചേരി മുനിസിപ്പൽ പ്രദേശത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്ത്. അടിസ്ഥാനത്തിൽ വ്യാപാരികൾക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കാനുണ്ട്. അന്ന് 18കാവ് പൂരമാണ്. അപ്പം 18കാവ് പൂരം ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് കുറ്റ്യങ്കാവ്. അപ്പം വടക്കാഞ്ചേരിയായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും തന്നെ ആ കുറ്റ്യങ്കാവ് പൂരത്തിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. മാത്രമല്ല പൂരത്തിനാണ് കച്ചവടക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം കച്ചവടം ഉണ്ടാവുന്നത്. അപ്പൊ ഈ സ്ഥിതിക്ക് 12-ാം തീയതി പൊതുപണിമുടക്ക് വടക്കാഞ്ചേരി മേഖലയിൽ ബാധകമാക്കരുത് എന്നുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിയോജകമണ്ഡലം ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ നേടിയെടുക്കാനുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സമരം ചെയ്തത് കളക്ടറേറ്റ് മുന്നിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്, പാർലമെന്റിൽ വളഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ ഞങ്ങൾ നിയമസഭ മാർച്ചൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സമരം നടത്തി അവകാശങ്ങൾ നേടിയെടുത്തു, ജനശ്രദ്ധ ആകർഷിച്ചു. ഒരിക്കലും ഞങ്ങൾ ഗതാഗതം തടസ്സപ്പെടുത്താനോ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മുടക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സമര പരിപാടികളാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ളതും കൂടിയാണ് ഈ സമയത്ത് ഞങ്ങൾ പറയുന്നത്. അപ്പൊ മാളുകളൊക്കെ തന്നെ തുറന്നു പ്രവർത്തിക്കുകയും അന്നന്ന് വിറ്റ് ജീവിതമാർഗം കണ്ടെത്തുന്ന ഞങ്ങളുടെ മാതിരിയുള്ള ചെറുകിട കച്ചവടക്കാര് അടച്ചിട്ടുകൊണ്ട് ഇതിലേക്ക് വരിക എന്ന് പറയുമ്പം അത് വലിയൊരു വിരോധാഭാസമാണ്. വടക്കാഞ്ചേരി മുനിസിപ്പൽ പരിധിയിൽ പ്രശസ്തമായ കുറ്റ്യങ്കാവ് ക്ഷേത്രം ഉൾപ്പെടെ 18കാവ് ക്ഷേത്രങ്ങളിലെ പൂരങ്ങൾ ഫെബ്രുവരി 12-നാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ഉത്സവങ്ങൾ പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആചാരപരമായ വിശ്വാസങ്ങളുടെയും പ്രധാന ഘടകമാണ്. ഈ പണിമുടക്ക് എന്നുള്ളത് ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തുടങ്ങി വെച്ചതാണ്. എന്തായാലും കഷ്ടകാലം എന്ന് പറയട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളും ഈ പണിമുടക്ക് എന്നുള്ള കാര്യം ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ്. ആവശ്യമില്ലാത്തവർ പണിമുടക്കുക എന്നുള്ളതാണ് പണിമുടക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അടപ്പിക്കുക എന്നുള്ളതൊരു ശരിയായ നയമല്ല. എന്ന് തന്നെയല്ല, ഇവിടെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനിക്കാരൊക്കെ തുറന്ന് സുഗമമായി കച്ചവടം നടത്തുമ്പോൾ ഈ 100-200 അടിക്കുള്ളിൽ ഇരുന്നു കൊണ്ട്, ഏരിയയിൽ ഇരുന്നു കൊണ്ട് അവനവൻ്റെ ഉപജീവനത്തിന് വേണ്ടി ചെറുകിട കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിർബന്ധിച്ച് പണി മുടക്കിപ്പിക്കുക എന്നുള്ളത് ആ പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് താല്പര്യമുള്ളവർ അടയ്ക്കുക, താല്പര്യമില്ലാത്തവർ അടയ്ക്കാതിരിക്കുക എന്നുള്ള നയത്തിലേക്ക് വരേണ്ടതാണ്. അവരുടെ ധാർഷ്ട്യം ഈ ചെറുകിട കച്ചവടക്കാരുടെ മേലെ അടിച്ചേൽപ്പിക്കരുത് എന്ന് ദയവായി പറയുകയാണ്. ചെറുകിട വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവൽ സീസണുകൾ, നേരത്തെ പറഞ്ഞതുപോലെ 18കാവ് പൂരങ്ങളും ഉത്സവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്ന ഈ സമയത്ത് ഇതുപോലത്തെ ഒരു സമരം അടിച്ചേൽപ്പിക്കുന്നത് വളരെയധികം ഖേദകരമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചെറുകിട വ്യാപാര മേഖല ഏറെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇപ്പൊ പല കച്ചവടക്കാരും കച്ചവട മേഖലയിൽ നിന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിസിനസ് തീരെ ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ ഇതുപോലെയുള്ള പണിമുടക്കുകൾ വരുമ്പോൾ കച്ചവട മേഖല തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത്. നമുക്കറിയാം, ഇപ്പൊ ചെറുകിട വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം സീസൺ ബിസിനസ്സാണ്. സീസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓണം, അതുപോലെ ക്രിസ്മസ്, അതുപോലെ തന്നെ മറ്റു ഉത്സവങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചെറുകിട കച്ചവട മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണിമുടക്ക് നടക്കുന്നതിനാൽ ഗതാഗത സൗകര്യങ്ങൾ തടസ്സപ്പെടുകയും ഭക്തജനങ്ങൾക്ക് പൂരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ പൂരങ്ങൾ വ്യാപാരികൾക്ക് മികച്ച കച്ചവടം ലഭിക്കുന്ന അവസരങ്ങളായതിനാൽ കടകൾ സുഗമമായി പ്രവർത്തിക്കാൻ അനുകൂല സാഹചര്യം ഒരുക്കണമെന്നും വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ജനറൽ കൺവീനറും വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ അജിത് കുമാർ മല്ലയ്യ, ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, ട്രഷറർ PS അബ്ദുൽ സലാം, യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങൾക്ക് യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും പൂരാഘോഷങ്ങളിൽ തടസ്സമില്ലാതെ പങ്കെടുക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതിനായി വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദനെ വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ മെമ്മോറാണ്ടം നൽകി.